നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലാത്ത ഒരുപാട് നിയമങ്ങൾ കേട്ടോ. ഒരു പ്രവാസി അതുപോലെ ഒരു ഇന്ത്യൻ പൗരനൊക്കെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് പാസ്പോർട്ട്. ഈ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കാൻ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മളെ ID പ്രൂഫ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പാസ്പോർട്ട് ആയിട്ട് ഒരാൾ പ്രവാസ ലോകത്ത് പോയി, അപ്പൊ അവനെ ഇപ്പൊ ഇനി പുതുക്കണം. അപ്പൊ ഈ പാസ്പോർട്ട് പുതുക്കാനാണെന്നുണ്ടെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ള പ്രൊസീജിയർ പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് എംബസി കൊടുത്താൽ ഒരു പ്രൂഫും ഇല്ലാതെ നമുക്ക് ഈ പാസ്പോർട്ട് പുതുക്കി കിട്ടും. ഈ ഒരു പാസ്പോർട്ട് ഒരു രേഖയില്ലാതെ നമുക്ക് പുതുക്കി കിട്ടും. പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഈ നിലവിൽ ഇന്ത്യ ഈ പാസ്പോർട്ട് 2026 8 മാസം വരെ ഈ നിലവിൽ റണ്ണിംഗ് ആണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഗൾഫിൽ പോവാ വരെയൊക്കെ ചെയ്യാം ഈ ഒരു പാസ്പോർട്ട് ആയിട്ട്. പക്ഷെ ഈ ഒരു പാസ്പോർട്ട് ഇപ്പം പുതുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇനി പുതുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാം റെഡിയാണ്. പക്ഷെ ഇനി ഈ ഒരു പാസ്പോർട്ട് പുതുക്കണം എന്നുണ്ടെങ്കിൽ നോർമലി ഇങ്ങനെയുള്ള നിലവിൽ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് പുതുക്കേണ്ടതാണ്. ഈ പാസ്പോർട്ട് കൊടുത്തിട്ട് അത് പുതുതായിട്ടൊന്ന് പുതുക്കി തരേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രൂഫുകളും കാര്യങ്ങളും വെച്ചിട്ട് വീണ്ടും പാസ്പോർട്ട് ഓഫീസിൽ പോയി സബ്മിറ്റ് ചെയ്ത് ഒരുപാട് പ്രൊസീജിയറാണ്. അപ്പൊ നമ്മുടെ നാട്ടില് ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാന്നുള്ള നിയമങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡയറക്റ്റ് ഇപ്പൊ ഗൾഫിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവിടെ എംബസി പോവുക, പാസ്പോർട്ട് കൊടുക്കുക, ഈ പാസ്പോർട്ടിനനുസരിച്ചുള്ള അതേപോലത്തെ പാസ്പോർട്ട് വേറെ നമുക്ക് തരും, അത് വാലിഡ് ആക്കിയിട്ട്. പക്ഷെ ഇവിടെ ഇത് പുതുക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും വേണം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഒക്കെ ചെയ്യാം. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പ്രശ്നമില്ല. എനിക്കിപ്പോ ഈ ഒരു പാസ്പോർട്ട് ആയിട്ട് വീണ്ടും ഗൾഫിൽ പോയിട്ട് അവിടെ പുതുക്കിയാൽ മതി. പക്ഷെ ഞാനിതൊന്ന് ഇപ്പൊ അവിടെ പോയിട്ട് നമ്മൾ പണിന്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് പുതുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് ചെയ്ത് പോവാന്ന് നോക്കിയപ്പം ഇനിയും ഈ ആദ്യ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക്, അതായത് ഒരു എമർജൻസി ആയിട്ട് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഏകദേശം 4000 ഇന്ത്യൻ റുപ്പിയോളം കൊടുക്കണം. അതിന്റെ കൂടുതൽ ഈ ഒരു പ്രൊസീജിയർ മുഴുവൻ ചെയ്യും വേണം. അപ്പൊ ഓരോരുത്തരും ഇവിടെ 4000 കൊടുക്കുകയാണെങ്കിൽ നല്ല ഗൾഫിൽ ആ പൈസ സബ്മിറ്റ് ചെയ്താൽ അവിടെ ഏതെങ്കിലും ഏജൻസിനെ കൊടുത്താൽ നമുക്ക് ഈ പാസ്പോർട്ട് ആയിട്ട് കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് പുതുക്കിയാണ് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടിലെ ആവശ്യമില്ലാത്ത ഒരുപാട് നിയമങ്ങൾ